ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബീരാൻ സത്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലായിരുന്നോ? നിങ്ങൾ ഒരു കുടുംബത്തെ ചതിക്കാനല്ലേ നിങ്ങൾ കൂട്ടുനിന്നത്? നിങ്ങളൊരു ചതിയനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ, ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു ചതിയനല്ല. സിനിമയില് അഭിനയിക്കാൻ ചാൻസ് മേടിച്ചു തരാന്ന് പറഞ്ഞപ്പം ഞാൻ അതിൽ വീണു പോയതാ, അല്ലാതെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇളീച്ചനായിട്ട് വേഷം കെട്ടിയപ്പം എനിക്കൊരു തമാശയായിട്ടാ തോന്നിയത് ആദ്യമൊക്കെ. പിന്നെ പോകെ പോകെ അതിന്റെ സീരിയസ്നെസ് ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഈ പെങ്കുച്ചിനോട് പറഞ്ഞതാ. പക്ഷെ ഇവളെന്നെ അതിനകത്ത് പിടിച്ചിട്ടു. എനിക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഞാൻ പെട്ടുപോയതാ സാറേ. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ചതിക്കണമെന്നൊരു മനസ്സ് എനിക്കുള്ളതല്ല. എന്റെ മനസ്സ് അങ്ങനെയല്ല. ഞാൻ വഞ്ചനയോ ചതിയോ ഒന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. ക്യാഷ് മേടിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ക്യാഷ് മോഹിച്ചിട്ടും അല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. ശ്രുതിക്ക് വേണ്ടിയാ ഞാൻ കള്ളം പറഞ്ഞത്. ഇങ്ങനെ ഒരു വേഷം കെട്ടിയതൊക്കെ ഇവക്ക് വേണ്ടി തന്നെയാ. ഇവളുടെ ജീവിതം രക്ഷപ്പെട്ടു പോകുവാണെ പോട്ടെ എന്നോർത്തിട്ടൊക്കെ തന്നെയാ. ഇവക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സാറേ. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇതുകൊണ്ട് പറ്റുമെങ്കിലേ അതൊക്കെ പോട്ടെ, അവര് കുടുംബമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെയാ ഞാൻ വിചാരിച്ചത്. പറഞ്ഞല്ലോ സാറേ, ഞാൻ പെട്ടുപോയത് തന്നെയാണ്. പെട്ടുപോയതാ, എന്നെ പെടുത്തിയതാ. അതുകൊണ്ട് എന്നെ ഒരു ചതിയനായിട്ട് കാണരുത്. ഈ കുടുംബത്തിലെ എല്ലാവരും നല്ലവർ തന്നെയാ. എനിക്ക് അത് നന്നായിട്ട് അറിയാം. ഇവൾക്കൊപ്പം ചേർന്നേ ഞാൻ നല്ലവരായ നിങ്ങളെയൊക്കെ ചതിച്ചു എന്നുള്ളത് പറ്റിപ്പോയത്. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാം. ഈ കുടുംബത്തിലെ ഓരോരുത്തരോട് പേര് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നില്ല എങ്കിൽ പോലും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുക, എന്നോട് ക്ഷമിക്കണമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നമ്മുടെ ചന്ദ്ര അവിടെ നിപ്പോണ്ട് കേട്ടോ. ചന്ദ്രയ്ക്ക് ദേഷ്യമൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്ന് ഇപ്പൊ പൊട്ടുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ക്ഷമിക്കണം സാർ, പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രന്റെ മുമ്പിൽ നിന്ന് കരയാണ് കേട്ടോ. ബീരാന് അറിയാതെ അബദ്ധം പറ്റിപ്പോയതാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ത് ചെയ്യാനാ രവീന്ദ്രൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബീരാൻ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടി ശ്രുതി, ഞാൻ പറഞ്ഞതല്ലേ സത്യം കൂടുതൽ കാലം മറച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന്. സത്യങ്ങൾ പുറത്തു വരും. കള്ളം മാഞ്ഞു പോകും. അതുകൊണ്ട് നിനക്ക് നേരത്തെ ഇത് പറഞ്ഞ പോരായിരുന്നോ? ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ. ഇപ്പം ഉണ്ടായ ഈ പ്രയാസം ഉണ്ടല്ലോ, അത് നീ അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം നീ വരുത്തി വെച്ചതാ. കള്ളം പറഞ്ഞാൽ വീണ്ടും വീണ്ടും കള്ളം പറയേണ്ടി വരുന്ന നിനക്ക് മനസ്സിലായില്ലേ? ഒരു നാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഒരിക്കലും നമുക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഭയന്ന് കഴിയേണ്ടി വരും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സന്തോഷം തന്നെ ആ കള്ളത്തരം കെടുത്തിക്കളയും. അതുകൊണ്ടാ കള്ളത്തരം പറയണ്ട. അന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഞാൻ നിന്നോട് പറഞ്ഞത്. അന്ന് നീ ഇതൊന്നും പറഞ്ഞില്ല. ശ്രുതി, ഇനിയിപ്പം എനിക്കൊന്നും ചെയ്യാനില്ല. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. ഇനി എന്നെ നീ വിളിച്ചേക്കരുത്, എന്നെ കാണുകയും ചെയ്തേക്കരുത്. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഇത്രയും കാലം ഞാനേ അവിടെയും ഇവിടെയും ഒളിച്ചും പാത്തും ഒക്കെ നടന്നു. എന്റെ മരുമോന്റെ കല്യാണം പോലും ചൊവ്വേനേരെ കൂടാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ എന്നിൽ ഒളിച്ചിരുന്ന നടനുണ്ടല്ലോ, ആ നടനെ നീ ഉണർത്തി, അതൊക്കെ ശരിയാ. പക്ഷെ ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അനുഭവിക്കുക, അത്ര തന്നെ. ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാന് അവിടുന്ന്, ബീരാന്റെ റോള് കഴിഞ്ഞു. ഇനിയിപ്പോ ബീരാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ബീരാൻ പോവുകയാണ് കേട്ടോ. ബീരാൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മേളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചു വന്നിട്ട്, ഇവളിത് എങ്ങോട്ടാ പോകുന്നത്? എടി നിക്കടി അവളെ, നിന്നോട് ആരടി പറഞ്ഞ മേളിലേക്ക് കയറി പോകാന്? നീ എന്തിനാടി കള്ളം പറഞ്ഞത്? ഈ വീട്ടിലുള്ളവരെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടാണല്ലേ നീ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്. എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാരാണല്ലോ ഇവിടെ ഉള്ളത്. എല്ലാവരുടെയും തലയില് മുളക് അരച്ച് തേച്ചിട്ട് ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് തന്നില്ലേ? അപ്പൊ രേവതി വെച്ച്, എന്തിനാ നീ ഇങ്ങനെ കാണിച്ചത്? ഈ വീട്ടിലെ ഏറ്റവും ബുദ്ധിശാലി നീ ആയി പോയല്ലോ, സമ്മതിക്കണം കേട്ടോ നിന്നെന്ന്. അപ്പൊ വീണ്ടും ശ്രുതി കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ നിക്കടി നീ അവിടെ. എന്താ ഇത് വീടാണോ അതോ നാടകശാലയാണോ? അതോ അറവുശാലയാണോ? എന്തൊരു അഭിനയമാടി നിന്റെ. നീ അഭിനയിച്ച് തകർക്കല്ലായിരുന്നോടി. പറയുന്നത് മുഴുവൻ കള്ളത്തരം, ചെയ്യുന്നത് മുഴുവൻ കള്ളത്തരം. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയായിരുന്നു നീ ഇതൊക്കെ ചെയ്തത്? അപ്പൊ സച്ചി പറഞ്ഞു, എല്ലാം ചെയ്തു കൂട്ടിയിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, ഇതും അഭിനയമാ, വെറും അഭിനയം. എല്ലാം ഇവളുടെ കള്ളത്തരവാ. മൂങ്ങിയെ പോലെ മിണ്ടാതെ അവള് നിൽക്കുകയാണെന്ന്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര അവിടെ ഉണ്ട് കേട്ടോ. ചന്ദ്ര ഇങ്ങനെ ശ്വാസം മുട്ടി നടക്കുകയാണ് ദേഷ്യം വന്നിട്ട്. സുതി ഒരു മൂലയ്ക്ക് നിപ്പുണ്ട് ഇതെല്ലാം കേട്ടോണ്ട്.
എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ശ്രുതിക്ക്. ശ്രുതി പിന്നെ ഒരു പൊട്ടനും മണ്ടനുമായി പോയല്ലോ. ചന്ദ്രയാണെ അവിടെ ചെന്ന് ഇരിക്കുകയും ചെയ്തു. ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് മനസാക്ഷി കുത്തില്ലേടി? നിനക്ക് മനസാക്ഷി എന്നുള്ളേ എന്നെ ഒന്ന് ഇല്ലേ? ഇത്രയും നാള് നിന്നെ വിശ്വസിച്ച കുടുംബത്തെ ചതിക്കല്ലായിരുന്നോ? മണ്ടന്മാരാക്കല്ലായിരുന്നോ? അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇല്ലെങ്കില് ഞാൻ ആരെയും മണ്ടന്മാര് വേണ്ടടി, നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്, മതി മതി, ഇനി എനിക്കൊന്നും കേക്കണ്ട. ഒന്നിനും കൊള്ളാത്ത ബുദ്ധിയും വിവരവും ഇല്ലാത്ത മണ്ടന്മാരല്ലേ ഞങ്ങള്. ദേ ഉള്ളില് ചിരിച്ചുകൊണ്ട് നീ ഞങ്ങളെല്ലാവരും പരിഹസിക്കല്ലായിരുന്നോ? പറ്റിക്കല്ലായിരുന്നോ? അങ്ങനെയല്ലേ നീ ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കരയാൻ തുടങ്ങിട്ടോ. അങ്കിളെ, ഞാൻ പറയുന്ന കേക്ക് അങ്കിളെ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട, നിർത്ത്, നീ ഒന്നും പറയരുത്, നീ വലിയൊരു ബുദ്ധിശാലി, ഞങ്ങളൊക്കെ വെറും 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 അങ്ങേയറ്റത്ത് വിഡ്ഢികള്, അങ്ങനെയല്ലേ നീ കരുതിയത്? അങ്ങനെ തന്നെയാ നീ കരുതിയത്. ഇനി അല്ലാന്നൊന്നും പറഞ്ഞ് നീ മാറ്റി തിരുത്താൻ നോക്കണ്ട. എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ കള്ളം പറഞ്ഞ് ഒരു കുടുംബത്തിൽ കയറി പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ചതിക്കാൻ പറ്റുമോ? കഷ്ടം തന്നെ. എനിക്ക് നിന്നെ കാണുമ്പോ ഉണ്ടല്ലോ അറപ്പും വെറുപ്പും തോന്നുകയാണ്. ഏളയച്ചൻ എന്ന് പറയുന്ന ഒരാളെ വേഷം കെട്ടി കൂട്ടിക്കൊണ്ട് വന്ന് നാണമില്ലേടി നിനക്കൊക്കെ? നിനക്ക് ലേശം ഉളുപ്പില്ലേടി നിനക്ക്? നീലിമ ക്യാഷ് തന്ന കാര്യം മറച്ചു വെച്ചിട്ട് നിന്റെ അച്ഛൻ അയച്ചു തന്ന ക്യാഷ് കൊണ്ടാണ് ബിസിനസ് ചെയ്തതെന്ന് കള്ളം പറഞ്ഞു. അത് പോട്ടെ, ഇപ്പൊ എന്തേ വേറൊന്ന്. അന്ന് ഞാൻ നിനക്ക് വാണിംഗ് തന്നതല്ലേടി ഇതൊന്നും വേണ്ടാന്ന്, നല്ല മരുമകളായിട്ട് കുടുംബത്തിൽ കഴിയണമെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ? ആവർത്തിച്ച് ഞാൻ പറഞ്ഞതല്ലേ? എന്താടി നിന്ന് മോങ്ങുന്നത്? അത് പിന്നെ പറഞ്ഞിരുന്നങ്ങളെ. എന്നിട്ട് പിന്നെ നീ അപ്പോഴെങ്കിലും ഒന്നും പറയത്തില്ലായിരുന്നില്ലേ? എന്നോട് സത്യം പറയത്തില്ലായിരുന്നില്ലേ? ഇപ്പോഴാണോടി ഇതൊക്കെ 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 ഇപ്പൊ വെളിയിൽ വന്നത് കണ്ടോ? കള്ളത്തരം പറഞ്ഞാൽ ഇങ്ങനെയാടി, സമാധാനം നഷ്ടപ്പെടും, പിന്നെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടാവത്തില്ലടി. ഓ, പിന്നെ നീ എങ്ങനെ പറയാനല്ലേ? നീ കള്ളം മാത്രമല്ലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളൂ. എന്നെങ്കിലും നീ സത്യം പറഞ്ഞിട്ടുണ്ടോടി? നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സത്യത്തിൽ നടന്നിട്ടുണ്ടോടി? നല്ലത് നടന്നിട്ടുണ്ടോടി? ഇനിയിപ്പം സച്ചി രേവതി ഒന്നും ഇപ്പൊ ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ വിദ്യാവില്ലായിരുന്നോ? നിന്റെ ഒരു നാടകം, കള്ള നാടകം. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ചന്ദ്രനെ എടുത്ത് കാണിക്കട്ടോ. ചന്ദ്ര ഇങ്ങനെ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഒന്ന് പെരുകുന്നുണ്ട് കേട്ടോ. ശ്വാസം വലിച്ചു മേപ്പോട്ടും കീപ്പോട്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി പറയാണ് ശ്രുതിയോട്, ദേ എന്റെ പൊന്നു പെങ്കൊച്ചൻ, നിനക്ക് നേരത്തെ ഇത് പറയുമായിരുന്നെങ്കിലേ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ ചെയ്ത വലിയ കൊടും തെറ്റ, അതുകൊണ്ടാണ് ദൈവമായിട്ട് അയാളെ ഞങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ട് എത്തിച്ചത്. അപ്പൊ സച്ചി പറഞ്ഞു, നിന്റെ മലേഷ്യൻ കഥകളൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നടി, അതുകൊണ്ട് ഞങ്ങൾ ആരും അറിയാതെ അന്വേഷണം തുടങ്ങിയടി. മലേഷ്യയിൽ നിന്ന് വന്നവരെ വിരുന്ന് കൊടുക്കാനെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാ. അവരോട് സംസാരിച്ചാൽ ഇവളുടെ കള്ളത്തരമൊക്കെ പൊളിയൂലോ, അതുകൊണ്ട് ഇവള് പല്ലുവേൽ തന്നെ അഭിനയിച്ച് മിണ്ടാതെ നിന്നില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എന്നിട്ട് എന്തായി? എന്നിട്ട് ശ്രുതി കൊണ്ടുപോയി, ശ്രുതിയല്ല വർഷ കൊണ്ടുപോയി ഇവളുടെ പല്ലെടുപ്പിച്ചു. അന്ന് പല്ലെടുത്തത് നിനക്ക് ദൈവം തന്ന ശിക്ഷയാടി. വെറുതെ വേദന അനുഭവിച്ച് നീ ഇവിടുന്ന് ആശുപത്രി പോയപ്പോ നീ അത് വിചാരിച്ചില്ലായിരുന്നല്ലോ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രന്റെ ദേഷ്യം എന്റെ നേരെ സുധിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീയും കൂടെ അറിഞ്ഞോണ്ടാണോടാ, ഇവക്ക് കൂട്ടുനിന്നോണ്ടാണോടാ ഇതൊക്കെ ചെയ്ത്, നിനക്കും അറിയാറുന്നല്ലേടാന്നും പറഞ്ഞുകൊണ്ടാണ് സുധിയുടെ അങ്ങോട്ട് ചെന്നിട്ട് സുധിയുടെ കോളറെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കുലുക്കുക. സുധി പറഞ്ഞു, അച്ഛാ വീടച്ഛ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു അച്ഛാ, അച്ഛാ എന്നെ വീട്, ഇവളും ഇത്രയും കൊല്ലം ഇത്രയും നാളും എന്നെ പറ്റിക്കായിരുന്നു അച്ഛാ, എനിക്കറിയില്ലായിരുന്നു ഇവളിങ്ങനെ ഒരു കള്ളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അച്ഛാ, എന്നെ ഇവള് പറഞ്ഞ് ചതിച്ചു, എന്നെ ഇവള് വഞ്ചിച്ചു, എനിക്കിനി ഇവളെ വേണ്ട, ഇങ്ങനെ ഒരുത്തിയുടെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്, എന്നെ ഇവള് ചതിക്കായിരുന്നു അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാൻ അങ്ങ് തുടങ്ങി കേട്ടോ. അയ്യോ, നമ്മുടെ ശ്രുതിയും കൂടെ കരയുന്നത് കണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കേട്ടോ. നമുക്ക് ശ്രുതിയുടെ മുഖം കണ്ടാൽ മനസ്സിലാകും പെട്ടുപോയല്ലോ എന്നൊരു അവസ്ഥയായി പോയി. ഒരു എന്താ പറയുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യരില്ല, അതുപോലത്തെ ഒരു അവസ്ഥ. ഈ സമയത്ത് ശ്രുതിയുടെ കരച്ചിൽ സഹിക്കാൻ പറ്റുമോ നമ്മുടെ ചന്ദ്രയ്ക്ക്? ചന്ദ്ര അവിടെ നിന്ന് വിങ്ങി പൊട്ടുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു, നീലിമ അന്ന് ക്യാഷ് തന്നപ്പം പറയാതിരുന്നല്ലോ, അത് അന്നൊരു കാരണം ഉണ്ടായിരുന്നു, നിന്റെ ഭർത്താവിന് ഷോറൂം തുടങ്ങണമായിരുന്നു എന്ന്. ഇതിന് നിനക്ക് എന്ത് ന്യായമുള്ളത്? ആ ന്യായം കൂടെ എന്നാ പറ, എന്തെങ്കിലും ന്യായം ഉണ്ടോ നിനക്ക് പറയാനായിട്ടെന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ മുമ്പില് വന്ന് നിന്ന് സച്ചി പറയുക, മലേഷ്യക്കാരൻ, അതുപോലെ തന്നെ മലേഷ്യക്കാരി, സ്വത്ത്, ജയിലില്, ഇതൊക്കെ എക്സ്ട്രാ കള്ളങ്ങളാ, ഇതൊന്നും നിനക്ക് അറിയത്തില്ലായിരുന്നല്ലോ സുധിന്ന്. അപ്പം സുധി പറഞ്ഞു, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന്.
ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടി നീ അന്ന് എന്റെ അമ്മയുടെ അടുത്ത് വരെ ഇളയച്ചനെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നില്ലേടി അയാളെ. ഓ, ഞങ്ങള് സ്വന്തം വീട്ടുകാരെ പോലെ അയാളെ സ്വീകരിച്ച് അകത്ത് കയറ്റിയത്. ചെരുപ്പൂരി അടിക്കണോടി ഇതിന്റെ മുഖത്ത്. അദ്ദേഹത്തെ ഇങ്ങനെ വേഷം കെട്ടിച്ച് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് എന്തിനായിരുന്നു? എന്തിനാ നീ കള്ളം പറഞ്ഞത്? എന്തിനാ ഇത് നീ ചെയ്തത്? എനിക്കറിയണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അത് പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ എന്ന് ശ്രുതി പറയാൻ തുടങ്ങിയത് ചന്ദ്രയും വന്നു കേട്ടോ. ചന്ദ്രയും വന്നിട്ട് നിർത്തടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ, അവളുടെ എല്ലാ പോക്കൃത്തരത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് എന്താ കാണിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് നിർത്താനാ പറഞ്ഞത്. ആരും ഇനി ഒരക്ഷരം മിണ്ടണ്ട, ആരും മിണ്ടണ്ട. ദേ, ഞാനിവിടെ പിടിവെട്ടി നിൽക്കുക. എടി കള്ളി, നീ എവിടെ നടി വരുന്നതെന്നും പറഞ്ഞങ്ങ് ശ്രുതിനെ അങ്ങ് ചെന്ന് പിടിച്ച് തള്ളിയിട്ടിട്ട് തലങ്ങനും വേലങ്ങനും ഒക്കെ അടി കൊടുത്തിട്ട്, നീ ആരാടി? നീ ഏത് കള്ളിയാടി? നീ 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 ഒരു സാധാരണ പെണ്ണല്ലെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായടി. നിന്റെ ഉദ്ദേശം എന്തായിരുന്നടി? നിന്റെ കള്ളമൊന്നും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. നീ മറ്റെന്തോ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സൂത്രശാലിയല്ലേടി? നീ എന്തിനാടി ഈ കുടുംബം തകർക്കാൻ വന്നത്? ഒരു വർഷത്തിലധികമായിട്ട് നീ ഞങ്ങളുടെ മുമ്പിൽ വേഷം കെട്ടി അഭിനയിക്കല്ലായിരുന്നോടി. ഒരു സാധാരണ പെണ്ണിന് ഇങ്ങനെയൊന്നും പറ്റത്തില്ല. നീ ആരാന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആന്റി വിളിച്ചപ്പോഴത്തേക്കും വിളിച്ചു പോകരുത്. ഇനി എന്നെ ആന്റിന്ന് നീ വിളിച്ചു പോകരുത്. ഇനി എനിക്ക് ഇങ്ങനെ ഒരു മരുമകളില്ല. ആന്റി എന്ന് വിളിച്ച് പുറകെ കൂടിയിട്ട് എന്റെ സ്നേഹം പിടിച്ചു വച്ചിട്ട് ഒടുവിൽ എന്റെ മൂർത്താവിൽ തന്നെ നീ അടിച്ചല്ലേടി. മനുഷ്യരാകുമ്പോ കള്ളമൊക്കെ പറയും, ശരിയാ. കള്ളത്തരം കാണിക്കാത്ത ആൾക്കാർ ആരും തന്നെ ഇല്ല. പക്ഷെ ഇവള് മാത്രമേ ഉള്ളൂ പറയുന്നത് മുഴുവൻ കള്ളം, വാ തുറന്ന കള്ളം. നീ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? ഒരു തവണ ഞാൻ നിനക്ക് താക്കീത് തന്നതാ, എന്നിട്ട് നീ പഠിച്ചില്ലല്ലേ? എന്നിട്ടും നീ വീണ്ടും കള്ളത്തരങ്ങൾ സൃഷ്ടിച്ചിവിടെ നിന്നു. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാന്ന് നാഴികയ്ക്ക് 40 വട്ടം ഞാൻ പറയുമായിരുന്നു. എന്റെ ശ്രുതിയെ പോലെ ഒരു മരുമകളെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ? വേറെ ഒരു മരുമകളും ഇതുപോലെ ആവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്ന് ഞാൻ നിന്നെ ചെരുപ്പൂടി അടിക്കും ഞാൻ. അപ്പോഴത്തേക്കും വീണ്ടും ശ്രുതി, ആന്റി എന്നോട് ക്ഷമിക്ക്, മിണ്ടിപ്പോകരുത്. ഇങ്ങനെ മിനിറ്റിന് നിനക്ക് കള്ളം പറയാൻ പറ്റുന്നുണ്ടല്ലോ, സമ്മതിക്കണം. കുടിച്ച വെള്ളത്തിൽ പോലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലടി. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. ഓ, ഈ നിന്നെയൊക്കെ ആണല്ലോ ഞാൻ തലയിൽ കൊണ്ട് നടന്നതെന്ന് ഓർക്കുക. എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ പുച്ഛം തോന്നുക. വെറും പുച്ഛം തോന്നുക. പുച്ഛം മാത്രമല്ലടി, അറപ്പ് തോന്നുക. മുഖത്ത് കാർക്കിച്ച് തുപ്പുക ചെയ്യേണ്ടത് നിന്റെയൊക്കെ. എന്നിട്ട് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ വലിച്ചിട്ട് താലങ്ങനും വേലങ്ങനും അടിച്ചിട്ട് അവിടുത്തെ സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു കേട്ടോ. വലിച്ചെറിഞ്ഞിട്ട് അവളുടെ ഒരു മലേഷ്യക്കാരി വന്നേക്കുന്നു, ഒരു ഇളയച്ച മണ്ണാങ്കട്ട. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് നമ്മുടെ ശ്രുതി, ആന്റി ക്ഷമിക്കാന്റി, ആന്റി പൊറുക്കാന്റി എന്നും പറഞ്ഞ് കരയുക പൊട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, 3 മരുമക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയായിരുന്നടി? നിന്നെ അല്ലായിരുന്നോടി? എന്നെ തന്നെ നീ ഇങ്ങനെ ക്രൂശിച്ചല്ലോടി. അപ്പോഴത്തേക്കും സച്ച് പറഞ്ഞു, ദേ, അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ഇവളെ തലയിൽ കയറ്റിക്കൊണ്ട് നടന്നപ്പോഴത്തേക്കും എന്റെ രേവതിനെ തറയിലിട്ട് ചവിട്ടിയില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, കേട്ടില്ലേടി? കേട്ടില്ലേ? ഇപ്പം ഇവനിങ്ങനെ പറയാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഞാനല്ലേ? ഇനിയിപ്പം നിന്നെ തലേ കയറ്റിക്കൊണ്ട് നടന്നാലേ നാട്ടുകാർ എന്റെ മുഖത്തായിരിക്കും കാർക്കിച്ച് തുപ്പാൻ പോകുന്നത്. ഇവള് കടപ്പ് കൊണ്ടില്ലേ? ഇങ്ങോട്ട് വാടി. ദേ, പാവം എന്റെ മോന്. അവൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? അവനെ എന്തിനാടി ദ്രോഹിച്ചത്? നീ പറയുന്നതൊക്കെ വിശ്വസിച്ച് ഒരു തലയാട്ടി ബൊമ്മ പോലെ ആ പാവം നിന്റെ കൂടെ നിന്നില്ലടി ഇത്രയും നാളും. അവനെ നീ ചതിച്ചില്ലേടി? സത്യം അവനോടെങ്കിലും നിനക്ക് പറയായിരുന്നില്ലേ? അവനോട് പോലും നീ പറഞ്ഞില്ലല്ലോടി. അത് പിന്നെ എനിക്കും ചിലത് പറയാനുണ്ട് ആന്റി, അത് നിങ്ങളൊന്ന് കേക്ക്. ദേ, ഇനി മിണ്ടിപ്പോകരുത്. നീ ഇനി ഒന്നും പറയണ്ട. നീ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാതെ നീ ഇനി കരുതണ്ട. പേരും കള്ളി നിർത്തിക്കോ. അപ്പോഴത്തേക്ക് ഓടി ചെല്ലാണ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് കാല് പിടിക്കാനായിട്ട്. അപ്പൊ ചന്ദ്ര പിടിച്ചു വലിച്ചിട്ട്, എന്റെ മോനോട് സംസാരിക്കാൻ നിന്നെ കൊന്നു കളയൂടി ഞാൻ നിന്നെ. ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇനി ഈ വീട്ടിൽ നിർത്തി കഴിഞ്ഞാലേ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായി പോവും. ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. ആന്റി, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, ഇറങ്ങി പോകാനാ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന്റെ മുമ്പിൽ ചെന്നിട്ട്, അങ്കിള് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടരുതെന്ന് ഒന്ന് പറയാങ്കിളെ, എന്നോട് ക്ഷമിക്ക്. അപ്പൊ രവീന്ദ്രൻ ക്ഷമിക്കാനോ? നിന്നോടോ? പലവട്ടം ക്ഷമിച്ചതാ. അത് തെറ്റായെന്ന് എനിക്ക് തോന്നുന്നത്. ദേ, നീ അവനെ കണ്ടോ? എന്റെ മോനെ കണ്ടോ? അവന്റെ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്ക്. ഇതിനു മുമ്പ് അവനെ നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? എന്റെ മോൻ പണത്തിന് ആർത്തിയുള്ളവനാ, മണ്ടനാ,
ശരിയാ, നീ പറഞ്ഞതുപോലെ ഒന്നിനും കൊള്ളരുതാത്തവനൊക്കെ ആയിരിക്കാം. പക്ഷെ ദേ ഈ ഇരിക്കുന്ന ഇവനുണ്ടല്ലോ, ചങ്ക് പൊട്ടി എവിടെ ഇരിക്കുന്നത്. ദേ ഇവനുണ്ടല്ലോ, നിന്നെന്ന് വെച്ച ജീവനല്ലായിരുന്നോ? നീ എന്ന് പറഞ്ഞാൽ അതുപോലെ അല്ലായിരുന്നു ഇവന്. അതുപോലെ അല്ലേടി നിന്നെ സ്നേഹിച്ചത്, അത്രമാത്രം സ്നേഹിച്ചു. പക്ഷെ നീ എന്താടി ചെയ്തത്? നീയെ വെറും ഒരു പാവയാക്കി കളഞ്ഞില്ലേടി, എന്റെ മോനെ വെറും കളിപ്പാവയാക്കി കളഞ്ഞില്ലേ നീ? ഇല്ല, ഞാനിനി ക്ഷമിക്കില്ല, പൊറുക്കില്ല ആരോടും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അങ്കിളെ അല്ല, എനിക്കും ശ്രുതിയെ ജീവന, എനിക്ക് ആ ശ്രുതിയോട് അത്രയ്ക്ക് സ്നേഹമാ. എന്നിട്ടാണോടി നീ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത് നീ പറയുന്ന അടുത്ത കള്ളം. നിനക്ക് അവനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. സത്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞേനെ. എന്തുകൊണ്ടാ നീ അത് മുന്നേ പറയാതിരുന്നത്? സത്യം പറയടി, എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല? അവനോടെങ്കിലും നിനക്ക് പറയത്തില്ലായിരുന്നോ? നീ പറഞ്ഞില്ലല്ലോ. അപ്പൊ നീ വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ കൂട്ടിവെച്ചു. 3 മക്കൾക്കും അവർക്ക് ചേർന്ന ഭാര്യമാരെ കിട്ടിയതിന്റെ ഒരു ചെറിയ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. മക്കളും അവരുടെ ഭാര്യമാരും സന്തോഷത്തോടെ ജീവിക്കുന്നതിലപ്പുറം അച്ഛനമ്മമാർക്ക് വേറെ എന്ത് ഭാഗ്യടി വേണ്ടത്? അങ്ങനെ ഓർത്ത് സന്തോഷിച്ചവനാ ഞാന്. പക്ഷെ നീ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം കെടുത്തി, കുടുംബത്തിന്റെ സമാധാനം നീ കളഞ്ഞു. എങ്ങനെ ക്ഷമിക്കൂടി നിന്നോട് ഞങ്ങള്? അത് പിന്നെ അങ്കിൾ, പ്ലീസ് അങ്കിൾ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാന് മിണ്ടണ്ട. ദേ അവനെ ചതിച്ചേക്കുന്ന മറ്റാരുമല്ല, സ്വന്തം ഭാര്യ. അവനെ എല്ലാരും കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. അന്നൊന്നും അവൻ കരഞ്ഞു കണ്ടിട്ടില്ല. പക്ഷെ നിന്റെ ഈ പരിഹാസം കുറച്ച് കൂടിപ്പോയടി. അവനെ ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാടി ഏതൊരു ഭർത്താവിനും. എന്റെ മോൻ ഇങ്ങനെ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ എങ്ങനെയാടി ഞാൻ നിന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് രവീന്ദ്രന് പൊട്ടിക്കരയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അടുത്ത് ചെല്ലാണ് നമ്മുടെ ശ്രുതി. അടുത്ത അടവ്, നീയെങ്കിലും ഒന്ന് പറയടി, നീയെങ്കിലും ഒന്ന് പറ രേവതി, എന്നെ ഇറക്കി വിടരുതെന്ന് ഒന്ന് പറയടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയും, എന്താടി നീ അവളുടെ മുമ്പിൽ പോയി നിന്ന് യാചിക്കുന്നത്? രേവതി ഉണ്ടല്ലോ, ചന്ദ്ര ഇവിടെ ഇട്ട് ചവിട്ടി തുടയ്ക്കാത്ത ദിവസങ്ങളില്ല. നീ ഇതെല്ലാം കണ്ടിട്ട് ആസ്വദിക്കുമല്ലായിരുന്നോടി? അന്ന് നിനക്ക് ചന്ദ്രയോട് പറയത്തില്ലായിരുന്നോടി ചെയ്യരുത്, അത് തെറ്റാണെന്ന്? ഹാ, കയ്യിൽ ക്യാഷ് ഇല്ലാത്ത നീ പണക്കാരിയായിട്ട് അഭിനയിച്ച് ചന്ദ്രയ്ക്ക് കൂട്ടുനിന്നു. എന്നിട്ടും നിന്റെ അഭിനയം പാളി. ഇപ്പൊ രേവതിയുടെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി നിന്ന് വേറൊരു അഭിനയം, അതും ഞങ്ങളെല്ലാരും കാണുമല്ലേടി? നിർത്തിക്കോ നിന്റെ അഭിനയം. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയിങ് വന്നില്ലേ, ഇവളുടെ അഭിനയം ഇന്നും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചു വലിച്ചെടുത്തോണ്ട് നേരെ ഗേറ്റിന്റെ അവിടെ പോയി ഒരൊറ്റ തള്ളുന്നുണ്ട്. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷവുമായിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.